ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ചില ക്ലാസ്സുകളിലായിട്ട് മാച്ചിങ് പ്രിൻസിപ്പിൾ പ്രകാരം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കുന്ന സമയത്ത് വരുത്തേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട ചില അഡ്ജസ്റ്റ്മെൻറ്റുകളെ കുറിച്ചാണ് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഓക്കെ. നമ്മൾ കഴിഞ്ഞ ചില ക്ലാസ്സുകളിലായിട്ട് എക്സ്പെൻസുമായി ബന്ധപ്പെട്ട 2 അഡ്ജസ്റ്റ്മെൻറ്റുകൾ പരിചയപ്പെട്ടു അല്ലേ? ഏതൊക്കെയാണ്? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകളും അതുപോലെ തന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസുകളും അല്ലേ? എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകൾ? ആ വർഷം കൊടുക്കേണ്ട എക്സ്പെൻസാണ്, പക്ഷെ കൊടുത്തിട്ടില്ല. അപ്പോൾ എത്രയാണോ കൊടുക്കാൻ ബാക്കിയുള്ളത് അതിനെ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയും. പ്രീപെയ്ഡോ? പ്രീപെയ്ഡ് എങ്ങനെയാണ്? ആ വർഷത്തിന് മുഴുവൻ കൊടുത്തു, അതുകൂടാതെ അഡ്വാൻസ് ആയിട്ട് അടുത്ത വർഷത്തും കൂടി കൊടുത്തു അല്ലേ? ഓക്കെ. അപ്പോൾ എത്രയാണോ കൂടുതൽ കൊടുത്തിട്ടുള്ളത് അതിനെ നമ്മൾ പ്രീപെയ്ഡ് എന്നും പറയും. ഇത് രണ്ടും എക്സ്പെൻസുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? ഒന്ന് കൊടുക്കാനുള്ളത് കൊടുത്തിട്ടില്ല, മറ്റേ സാഹചര്യമോ കൂടുതൽ കൊടുത്തു. ഓക്കെ. അപ്പോൾ കൊടുക്കാൻ ബാക്കിയുള്ളത് ഔട്ട്സ്റ്റാൻഡിങ്ങും കൂടുതൽ കൊടുത്തത് പ്രീപെയ്ഡും. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് പഠിക്കാനുള്ള 2 അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇതേ സാഹചര്യം ഇൻകവുമായി ബന്ധപ്പെട്ടും ഉണ്ടാവാം. ഇൻകം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നിങ്ങൾ അതർ ഇൻകംസ് കാണിക്കും അല്ലേ? കമ്മീഷൻ, റെൻറ്റ് റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റുള്ള ഇൻകങ്ങൾ നിങ്ങൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാറുണ്ട്. വളരെ കുറച്ചേ ഉണ്ടാവാറുള്ളൂ അല്ലേ? ഓക്കെ. ഈ ഇൻകവും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ളത്, ആ വർഷം കിട്ടാനുള്ളത് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന വർഷത്തെ തന്നെ അഡ്വാൻസായി കിട്ടിയെന്നും വരാം അല്ലേ? ഓക്കെ. അത്തരം 2 സാഹചര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റുകളായിട്ട് പഠിക്കുന്നത്. ആദ്യത്തേത് അക്രൂഡ് ഇൻകം. എന്താണ് അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞത്? ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ. ഇൻകം നേടിയിട്ടുണ്ട് അല്ലെങ്കിൽ ആ വർഷം കിട്ടാനുള്ളതാണ്, ബട്ട് നോട്ട് റിസീവ്ഡ്, പക്ഷെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു വർഷം കിട്ടാനുള്ള ഏതെങ്കിലും ഇൻകം അത് കിട്ടിയിട്ടില്ലെങ്കിൽ ആ കിട്ടാൻ ബാക്കിയുള്ളതിനെ നമ്മൾ എന്ത് പറയുന്നു? അക്രൂഡ് ഇൻകം എന്ന് പറയുന്നു. ഉദാഹരണമായിട്ട് റെൻറ്റ് അല്ലെങ്കിൽ കമ്മീഷൻ എക്സെട്ര ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്, കിട്ടാനുണ്ട് പക്ഷേ കിട്ടിയിട്ടില്ല. ഉദാഹരണമായിട്ട് പറയാം, നമുക്ക് വാടക ഇങ്ങോട്ട് കിട്ടാനുണ്ട്, റെൻറ്റ് റിസീവ്ഡ് അല്ലേ? ഇങ്ങോട്ട് കിട്ടുമ്പോൾ അത് ഇൻകമാണ്. അല്ലെങ്കിൽ കമ്മീഷൻ ലഭിക്കാറുണ്ട്. നമുക്ക് 11 മാസം കിട്ടാനുള്ള വാടക അല്ലെങ്കിൽ കമ്മീഷൻ കിട്ടിയിട്ടുണ്ട്, ഒരു മാസത്തേത് പെൻഡിങ് ആണെന്ന് കരുതാം. ആ മാസം ലഭിക്കേണ്ടതാണ്, പക്ഷേ കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു മാസം കിട്ടാൻ ബാക്കിയുള്ള ആ റെൻ്റ് ആണെങ്കിൽ റെൻ്റ് അല്ലെങ്കിൽ കമ്മീഷനെ നമ്മൾ എന്ത് പറയുന്നു? അക്രൂഡ് റെൻ്റ് അല്ലെങ്കിൽ അക്രൂഡ് കമ്മീഷൻ എന്ന് പറയുന്നു. ഓക്കെ. അപ്പോൾ സിംപിളി അക്രൂഡ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻകത്തിൻ്റെ പേര് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ആ വർഷം കിട്ടേണ്ടതാണ്, പക്ഷേ കിട്ടിയിട്ടില്ല. ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്, അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? അപ്പോൾ ആ വർഷം കിട്ടേണ്ടതാണ്, കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ആ വർഷത്തെ അക്കൗണ്ടിൽ അതില്ല, കാണിച്ചിട്ടില്ല. കാരണം നമ്മൾ കിട്ടുമ്പോഴാണ് അത് രേഖപ്പെടുത്തുക അല്ലേ? സോ 11 മാസത്തെ കമ്മീഷനാണെങ്കിൽ 11 മാസത്തെ കമ്മീഷൻ മാത്രമേ നമ്മളെ കണക്കിൽ കാണിച്ചിട്ടുള്ളൂ. ഇനി ഒരു മാസത്തെ കിട്ടാനുണ്ട്, അത് കാണിച്ചിട്ടില്ല. അപ്പോൾ ആ വർഷത്തെ കമ്മീഷൻ മുഴുവൻ കാണിക്കണമെങ്കിൽ അതുവരെ കിട്ടിയതിനോടുകൂടി ഈ കിട്ടാനുള്ളതും കൂടി കൂട്ടിച്ചേർക്കണം അല്ലേ? ശരിയല്ലേ? ഓക്കെ. അപ്പോൾ ആദ്യത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണ്? നമ്മൾ ഈ ഇൻകം എവിടെ കാണിക്കുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അല്ലേ? ക്രെഡിറ്റ് സൈഡിൽ. ഓക്കെ. സോ ആദ്യത്തെ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് പറയാം, ഇറ്റ് ഷുഡ് ബി ആഡഡ് വിത്ത് ദ ഇൻകം ഓൺ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഏത് ഇൻകമാണോ അക്രൂഡ് ആയിട്ടുള്ളത് ആ ഇൻകത്തോടു കൂടി കൂട്ടണം, ആഡ് ചെയ്ത് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കണം. അതായത് കമ്മീഷനാണ് അക്രൂഡ് ആയിട്ടുള്ളെങ്കിൽ നിലവിൽ കിട്ടിയ കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറഞ്ഞ് ട്രയൽ ബാലൻസ് കാണിച്ചു കൊടുത്തുള്ളതിനോടുകൂടി കിട്ടാൻ ബാക്കിയുള്ള കമ്മീഷൻ കൂടി ആഡ് ചെയ്ത് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കണം അല്ലേ? ഇൻകം ഏത് സൈഡിലാണ് കാണിക്കുക? ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക അല്ലേ? അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ആ ഇൻകത്തോടു കൂടി കൂട്ടിച്ചേർത്ത് കാണിക്കണം. ഓക്കെ, ആദ്യത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റിലും കൂടി കാണിക്കാനുണ്ട് അല്ലേ? ഓക്കെ. ബാലൻസ് ഷീറ്റിൽ ഇത് അസറ്റാണോ ലയബിലിറ്റി ആണോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഇതെന്താണ്? നിങ്ങൾക്ക് കിട്ടാനുള്ളതാണ് അല്ലേ? ആസ് എ ബിസിനസ് യൂണിറ്റ് this amount is accrued, which means you have to receive it.
കിട്ടാനുള്ള എമൗണ്ടാണ് അല്ലേ? കിട്ടാനുള്ള എമൗണ്ട് എന്താണ്? നമ്മുടെ അസറ്റാണ് അല്ലേ? കൊടുക്കാനുള്ള എമൗണ്ട് ആണെങ്കിൽ ബാധ്യതയാണെങ്കിൽ കിട്ടാനുള്ള എമൗണ്ട് എന്ന് പറയുന്നത് അസറ്റാണ്. സോ അക്രൂഡ് ഇൻകം ഷുഡ് ബി ഷോൺ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് എ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കറൻറ്റ് അസറ്റിൻ്റെ ഹെഡിങ്ങിൽ അക്രൂഡ് ഇൻകം കാണിക്കണം. ഓക്കെ, അപ്പോൾ അക്രൂഡ് ഇൻകവുമായി ബന്ധപ്പെട്ട് 2 അഡ്ജസ്റ്റ്മെൻറ്റ്. ഒന്ന്, അത് ഇൻകത്തിനോട് കൂടി കൂട്ടിച്ചേർത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കണം. രണ്ടാമത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും കാണിക്കണം. ഓക്കെ, ഇനി ഈ 2 എഫക്റ്റ് വരുത്താനായിട്ട് നമ്മൾ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രിയാണ് പാസ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു ഇതൊരു അസറ്റാണ് അല്ലേ? ഓക്കെ, അപ്പോൾ അസറ്റ് റെക്കോർഡ് ചെയ്യുമ്പോൾ, പുതിയ അസറ്റുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യണം. സോ അക്രൂഡ് ഇൻകത്തിനെ ഡെബിറ്റ് ചെയ്യണം. പിന്നെ എന്തിനെ ക്രെഡിറ്റ് ചെയ്യണം? ഇൻകം അക്കൗണ്ടിനെ ക്രെഡിറ്റും ചെയ്യണം അല്ലേ? ഇൻകത്തിനെ കൂട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഇൻകം വർദ്ധിക്കുമ്പോൾ ക്രെഡിറ്റാണ് ചെയ്യേണ്ടത് അല്ലേ? ഓക്കെ, സോ ഇൻകം അക്കൗണ്ടിന് നിങ്ങൾ ക്രെഡിറ്റും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഉദാഹരണം എടുക്കാം. അതായത് കമ്മീഷൻ ആണ് അക്രൂഡ് എന്ന് കരുതാം. അപ്പോൾ എന്തായിരിക്കും എൻട്രി? അക്രൂഡ് കമ്മീഷൻ അക്കൗണ്ട് അപ് ടു കമ്മീഷൻ അക്കൗണ്ട്. ഇതിൽ അക്രൂഡ് കമ്മീഷൻ എന്ന് പറയുന്നത് അസറ്റായിട്ട് പരിഗണിക്കുന്നു, കമ്മീഷൻ എന്ന് പറയുന്നത് ഇൻകവുമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ അതിൽ എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വരുത്തേണ്ടത് എന്നാണ് കൂടുതൽ പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കേണ്ടത് അല്ലേ? 2 കാര്യങ്ങളാണ്. ഒന്ന്, അത് ഇൻകത്തോടു കൂടി കൂട്ടിച്ചേർക്കണം. രണ്ടാമത്, എത്രയാണോ അക്രൂഡ് ഉള്ളത് അത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ അസറ്റായിട്ട് കാണിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ളൊരു ചോദ്യം പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, അതായത് അക്രൂഡ് ഇൻകം അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് വരുന്ന ഒരു ചോദ്യം. ഓക്കെ, അവിടെ ഒരു ട്രയൽ ബാലൻസ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ അല്ലേ? ഓക്കെ, നമുക്ക് ആദ്യം അഡ്ജസ്റ്റ്മെൻറ്റുകളിലേക്ക് പോകാം. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, 2 ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. സാലറിയും റെൻറ്റും ഉണ്ട്. പിന്നെ ഇൻഷുറൻസ് പ്രീപെയ്ഡ് ഉണ്ട്. ഇൻഷുറൻസ് അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് 200 രൂപ. അതിനുശേഷം ഇപ്പോൾ നിങ്ങൾ പഠിച്ച അക്രൂഡ് ഇൻകം അല്ലേ? എന്താ പറഞ്ഞിട്ടുള്ളത്? അക്രൂഡ് കമ്മീഷൻ 250 രൂപയുണ്ട് അല്ലേ? അപ്പോൾ നോക്കുക, ട്രയൽ ബാലൻസിൽ 750 കാണിച്ചിട്ടുണ്ട്. ദെൻ അക്രൂഡ് കമ്മീഷൻ 250 കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത്? 750 കിട്ടിയിട്ടുണ്ട്, ഇനി 250 കൂടി കിട്ടാനുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ മൊത്തം ആ വർഷം കിട്ടേണ്ടത് എത്രയാണ്? 750ഉം 250ഉം 1000 രൂപ. ഓക്കെ, അതുപോലെ തന്നെയാണ് ഈ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകൾ അല്ലേ? സാലറി 1500 ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ സാലറീസ് 11000 കൊടുത്തിട്ടുണ്ട്. ഇനി എത്ര കൊടുക്കാൻ ബാക്കിയുണ്ട്? 1500 അല്ലേ? അതുപോലെ തന്നെ റെൻറ്റ് 8600 രൂപ കൊടുത്തിട്ടുണ്ട്, ട്രയൽ ബാലൻസിൽ പ്രകാരം കൊടുത്തിട്ടുണ്ട്. ഇനി എത്ര കൂടി കൊടുക്കാനുണ്ട്? 1000 രൂപ അല്ലേ? ഓക്കെ, ഇനി ഇൻഷുറൻസിൻ്റെ എങ്ങനെയാണ്? ഇൻഷുറൻസ് പ്രീപെയ്ഡ് എന്നാണ് പറയുന്നത് 200 അല്ലേ? അപ്പോൾ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് നോക്കുക. ഇൻഷുറൻസ് 1200 കൊടുത്തിട്ടുണ്ട്. 200 പ്രീപെയ്ഡ് ആണെന്ന് പറയുമ്പോൾ 200 അധികം കൊടുത്തതാണ്, അടുത്ത വർഷത്തേക്ക് കൊടുത്തതാണ് അല്ലേ? അപ്പോൾ ഈ വർഷത്തേക്ക് എത്രയേ ഉണ്ടാവുള്ളൂ? 1200 200 മൈനസ് ചെയ്താൽ 1000. ഓക്കെ, ഫൈൻ. അപ്പോൾ നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകൾ മനസ്സിലായി. ഇനി എന്ത് ചെയ്യാം? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കാം. ഓക്കെ, ഫൈൻ. അപ്പോൾ ആദ്യം നമ്മൾ ആസ് യൂഷ്വൽ ഐറ്റംസ് മാർക്ക് ചെയ്യുന്നു. ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ആവശ്യമായ സ്റ്റോക്ക്, ദെൻ പർച്ചേസസ് റിട്ടേൺസ്, പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസുകൾ അല്ലേ? നോക്കുക, അവിടെ ഡയറക്റ്റ് എക്സ്പെൻസുകൾ ഏതൊക്കെയാണ്? സാധാരണ കാണുന്ന വേജസും കാരേജ് ഇൻവേർഡ് ഇവിടെ കാണാറില്ല അല്ലേ? ഓക്കെ, കാരേജ് ഇൻവേർഡിനെ വേറൊരു പേരും കൂടി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഫ്രൈറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ ഫ്രൈറ്റ് എന്ന് പറയുന്നുണ്ട്, അത് കാരേജ് ഇൻവേർഡ് തന്നെയാണ്. അപ്പോൾ അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പിന്നെ അതുകൂടാതെ ഒരു ഐറ്റം കൂടി അവിടെ ഉണ്ട് അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട് 3 ഐറ്റംസാണ് സാധാരണ ഡയറക്റ്റ് എക്സ്പെൻസുകളായിട്ടുണ്ടാവുക അല്ലേ? കാരേജ് അല്ലെങ്കിൽ ഫ്രൈറ്റ് ഇൻവേർഡ്, പിന്നെ വേജസ്, ദെൻ കൂടാതെ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് എക്സ്പെൻസുകൾ കണ്ടാൽ അല്ലേ? ഫാക്ടറിയുമായി ബന്ധപ്പെട്ട എക്സ്പെൻസുകൾ ഉൽപ്പാദനത്തിനാവശ്യമായ ചിലവുകളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട ചിലവുകളുണ്ടെങ്കിൽ അതുകൂടി കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇവിടെ അങ്ങനെ ഒരു ഐറ്റം കാണാം അല്ലേ? അതൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഐറ്റം കൂടി ഈ ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയത്. ഫാക്ടറി, ഫ്യൂവൽ, കോൾ എക്സെട്ര. ഫാക്ടറിയിൽ ഉപയോഗിച്ച ഫ്യൂവൽ, കോൾ എന്ന് പറയുമ്പോൾ കൽക്കരി അല്ലേ? ഫ്യൂവൽ എന്ന് പറയുമ്പോൾ പെട്രോൾ, ഡീസൽ പോലെയുള്ള സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ ഫ്യൂവൽ, കോൾ എന്നൊക്കെ പറയുന്ന ഫാക്ടറിയിൽ ഉപയോഗിക്കുന്ന കാര്യമാണെന്ന് അറിയാം അല്ലേ? ഓക്കെ, ഇനി ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് എന്ത് എക്സ്പെൻസ് കണ്ടാലും ഫാക്ടറി റെൻറ്റ്,
ഫാക്ടറി ഫ്യൂവൽ, ഫാക്ടറി കോൾ എന്നൊക്കെ കണ്ടാൽ അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ഡയറക്റ്റ് എക്സ്പെൻസുകളുണ്ട്. ഫ്രൈറ്റും ഉണ്ട്, ഫാക്ടറി ഫ്യൂവൽ അല്ലെങ്കിൽ കോൾ എന്ന് പറയുന്ന എക്സ്പെൻസും ഉണ്ട് അല്ലേ. ഓക്കെ, ഇനി സെയിൽസ് മാർക്ക് ചെയ്യാം. സെയിൽസ് റിട്ടേൺസ് ഉണ്ട്. ഓക്കെ, ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് 33,000. ഓക്കെ, ഇനി നമ്മൾ മറ്റുള്ള എക്സ്പെൻസുകൾ നോക്കണം. എക്സ്പെൻസുകൾ നോക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അതും മാർക്ക് ചെയ്യണം. സാലറി ഉണ്ട്, ഇപ്പോൾ സാലറി കൊടുക്കാൻ ബാക്കിയുള്ള ഔട്ട്സ്റ്റാൻഡിങ് 1,500 ഉണ്ട്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നെ റെൻ്റാണ്, റെൻറ്റിനും ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, അതപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് അതും മനസ്സിലാക്കി. പിന്നീട് റിപ്പയർ ചാർജസ് ആണ്, അതുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല. ഓക്കെ, പിന്നീട് ഇൻഷുറൻസ് ആണ്, ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്തു, അത് പ്രീപെയ്ഡ് ആണ്, അത് കുറക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കി. പിന്നീട് എക്സ്പെൻസുകളൊന്നുമില്ല, ഇൻകം ആണുള്ളത്, ഇൻകം കമ്മീഷൻ റിസീവ്ഡ്, അതുമായി ബന്ധപ്പെട്ട ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, അതും അക്രൂഡ് ഉണ്ട്, ഇനിയും കിട്ടാനും കൂടി കുറച്ചും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ മാർക്ക് ചെയ്തു അല്ലേ. ഓക്കെ, എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ നേരെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കാം. ഓക്കെ, ഫൈൻ. അവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് കൊടുക്കുന്നു 23,000 രൂപ. ദെൻ പർച്ചേസസ്, ദെൻ അതിൽ നിന്ന് റിട്ടേൺസ് മൈനസ് ചെയ്യുന്നു, ഫ്രൈറ്റ് എഴുതുന്നു, ദെൻ ഫാക്ടറി ഫ്യൂവൽ അതും ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അതും നമ്മൾ ചേർക്കുന്നു. പിന്നീട് സെയിൽസ്, അതിൽ നിന്ന് റിട്ടേൺസ് മൈനസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കുന്നു. ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഗ്രോസ് പ്രോഫിറ്റ് 39,200 രൂപ ലഭിക്കുന്നു. ഓക്കെ, ഇനി ഈ ഗ്രോസ് പ്രോഫിറ്റിനെ നിങ്ങൾ ബ്രോ ഡൗൺ ചെയ്യണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക്, 39,200 രൂപ. പിന്നീട് എക്സ്പെൻസുകൾ ഓരോന്നായിട്ട് എഴുതുന്നു. ആദ്യം സാലറി എഴുതുമ്പോൾ ഇന്നർ കോളത്തിൽ എഴുതുന്നു, അതിൽ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, അത് ആഡ് ചെയ്തിട്ട് 12,500 രൂപ ഔട്ടർ കോളത്തിൽ എഴുതുന്നു. പിന്നെ അടുത്ത് റെൻ്റാണ്, റെൻറ്റിനും അഡ്ജസ്റ്റ്മെൻറ്റുകളുള്ളതുകൊണ്ട് ഇന്നർ കോളത്തിൽ എഴുതുന്നു, അതിനോടുകൂടി ഔട്ട്സ്റ്റാൻഡിങ് എഴുതുന്നു. എന്നിട്ട് താഴെ ഒരു ലൈൻ വരയ്ക്കുകയാണ് അല്ലേ. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് ഇപ്പുറത്ത് എഴുതിയെന്ന് കാണിക്കാനാണ് ഇവിടെ ലൈൻ വരയ്ക്കുന്നത്. ഓക്കെ, ഫൈൻ. ദെൻ അതിനുശേഷം റിപ്പയർ ചാർജസ്, അതും അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല. പിന്നീട് ഇൻഷുറൻസ് ആണ് 1,200, അതിന് പ്രീപെയ്ഡ് ഉണ്ട്, അത് ലെസ്സാണ് ചെയ്യേണ്ടത്. ഫൈൻ. അപ്പോൾ അവിടെ എഴുതേണ്ട ഐറ്റംസ് എല്ലാം ആയി കഴിഞ്ഞു അല്ലേ. ഇനി ക്രെഡിറ്റ് സൈഡിൽ കമ്മീഷൻ റിസീവ്ഡ് ഉണ്ട്, അതിൽ ഇനിയും കിട്ടാൻ ബാക്കിയുണ്ട്, അതിന് അക്രൂഡ് എന്ന് പറയുന്നു. അപ്പോൾ അക്രൂഡ് കമ്മീഷൻ 250 കൂടി ആഡ് ചെയ്ത് 1,000 രൂപ അവിടെ കാണിക്കുന്നു. ഓക്കെ, സോ ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 13,600 രൂപ നെറ്റ് പ്രോഫിറ്റ് ലഭിക്കുന്നു. ഓക്കെ, ഇത് തയ്യാറാക്കി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇവിടെ പോകും, ട്രയൽ ബാലൻസിലേക്ക് പോകും. അവിടെ അസറ്റുകൾ നമ്മൾ ആദ്യം കണ്ടെത്തും. ഡെപ്റ്റേഴ്സ് ഉണ്ട്, ഫർണിച്ചറുണ്ട്, മെഷീനറി ഉണ്ട്, ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും. ഇത്രയുമാണ് ട്രയൽ ബാലൻസിനുള്ളത് അല്ലേ. അതുകൂടാതെ അഡ്ജസ്റ്റ്മെൻറ്റുള്ള ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാവും. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അസറ്റുകൾ ഉണ്ടോ എന്ന് നോക്കണം അല്ലേ. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകൾ നമുക്കറിയാം, അത് ലയബിലിറ്റിയാണ്. പിന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസുകൾ അസറ്റാണ്. അതുപോലെ തന്നെ അക്രൂഡ് കമ്മീഷൻ കിട്ടാനുള്ളതാണ്, അതും അസറ്റാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഐറ്റംസ് കൂടാതെ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കും പിന്നെ ഇൻഷുറൻസ് പ്രീപെയ്ഡും അക്രൂഡ് കമ്മീഷൻ കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, പിന്നീട് നമ്മൾ ലയബിലിറ്റീസിലേക്ക് പോകുന്നു. അവിടെ ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ബിൽസ് പേയബിൾ ഉണ്ട് അല്ലേ. 2 ലയബിലിറ്റിയേ ഉള്ളൂ. അതുകൂടാതെ അഡ്ജസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള 2 ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകളുണ്ട് എന്നുകൂടി മനസ്സിലാക്കി നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക് പോകാം. ഓക്കെ, ബാലൻസ് ഷീറ്റിൽ നമ്മൾ കറണ്ട് അസറ്റ്സുകൾ ഓരോന്നായിട്ട് എഴുതുന്നു. ആദ്യം എഴുതേണ്ടത് ക്യാഷ് ഇൻ ബാങ്കും പിന്നീട് ക്യാഷ് അറ്റ് ബാങ്കുമാണ്. അതിനുശേഷം ബാക്കിയുള്ള അസറ്റുകൾ നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിക്കാം. ഡെപ്റ്റേഴ്സ്, പിന്നീട് അക്കൗണ്ട് കമ്മീഷൻ കാണിക്കുന്നു, പ്രീപെയ്ഡ് ഇൻഷുറൻസ് കാണിക്കുന്നു, ഏറ്റവും അവസാനം ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കുന്നു കറണ്ട് അസറ്റിൽ അല്ലേ. പിന്നീട് നോൺ കറണ്ട് അസറ്റുകൾ ഫർണിച്ചറും മെഷീനറിയും കാണിക്കും. പിന്നീട് ലയബിലിറ്റി സൈഡിൽ ആദ്യം ക്രെഡിറ്റേഴ്സും പിന്നീട് ബിൽസ് പേയബിൾ, പിന്നീട് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള 2 എക്സ്പെൻസുകളുണ്ട്, അത് ഓരോന്നായിട്ട് കാണിക്കുന്നു. ആദ്യം ഔട്ട്സ്റ്റാൻഡിങ് സാലറി, പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ്. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഓണേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ കാണിക്കണം. ക്യാപിറ്റൽ കാണിക്കുന്നു, അതിനോടുകൂടി നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് 1,43,600 ക്യാപിറ്റൽ മാറുകയാണ്, കൂടുകയാണ് അല്ലേ. ഓക്കെ, ഈ 2 സൈഡും ടോട്ടൽ ചെയ്യുന്ന സമയത്ത് 1,76,100 ലഭിക്കുന്നതായിട്ട് കാണാം. ഓക്കെ, ഫൈൻ. അപ്പോൾ ഈ രൂപത്തിലാണ് അക്രൂഡ് ഇൻകം നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇൻകവുമായി ബന്ധപ്പെട്ട് രണ്ടാമത് വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇത് കിട്ടാൻ ബാക്കിയുള്ള ഇൻകമാണ് അല്ലേ. ഇനി മുൻകൂറായിട്ട് കിട്ടിയാലോ? ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസോ? നേരത്തെ അക്രൂഡ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്താണ് അക്രൂഡ് എന്ന് പറഞ്ഞാൽ? ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. കിട്ടാനുണ്ട് പക്ഷേ കിട്ടിയിട്ടില്ല. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്തായിരിക്കും? ഇൻകം റിസീവ്ഡ് ബട്ട് നോട്ട് ഏഡ്.
കിട്ടിയിട്ടുണ്ട്, പക്ഷെ കിട്ടാനുള്ളതല്ല. നമുക്ക് കിട്ടി ഓൾറെഡി അല്ലേ, പക്ഷേ ഈ വർഷം ലഭിക്കാനുള്ളതാണോ? അല്ല, അതിന് വരാൻ പോകുന്ന വർഷത്തെയാണ് എന്ന് കരുതുക. അതിനെന്ത് പറയുന്നു? ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ വാടക നമുക്ക് 12 മാസത്തെയാണ് ലഭിക്കേണ്ടത് അല്ലേ. നമുക്ക് 2 മാസം കൂടി 14 മാസത്തേക്ക് ലഭിച്ചാലോ? അതായത് 2 മാസം അടുത്ത വർഷത്തുള്ളതും കൂടി അഡ്വാൻസ് ആയിട്ട് തന്നു. അപ്പോൾ കൂടുതൽ കിട്ടിയ 2 മാസത്തെ വാടക നമ്മളെ സംബന്ധിച്ചുള്ള എന്താണ്? ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ് അല്ലേ. ഓക്കെ, അപൂർവമായിട്ടാണ് ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാവുകയെങ്കിൽ പോലും അത് പഠിക്കണം. ഓക്കെ, കാരണം നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്തായിരിക്കും? അപ്പോൾ നിങ്ങൾക്ക് 14 മാസത്തെ വാടക കിട്ടിയാൽ ആ 14 മാസത്തെ വാടകയും നിങ്ങൾ അക്കൗണ്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ. റെൻറ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ കാണിച്ചിട്ടുണ്ടാവും. ഓക്കെ, പക്ഷേ 14 മാസവും ഈ വർഷത്തെയാണോ? അല്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ 2 മാസത്തെ അഡ്വാൻസ് ആയിട്ട് ലഭിച്ച തുക നിങ്ങൾ ഡിഡക്റ്റ് ചെയ്യണം അല്ലേ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദ ഇൻകം ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഏത് ഇൻകമാണോ അഡ്വാൻസ് ആയിട്ട് ലഭിച്ചിട്ടുള്ളത്, പ്രീപെയ്ഡ് അല്ലേ പോലെ തന്നെയാണിത് അഡ്വാൻസ് ആയിട്ട് കിട്ടുക. പ്രീപെയ്ഡ് എന്ന് പറയുമ്പോൾ എക്സ്പെൻസ് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുക അല്ലേ. ഇവിടെയോ ഇൻകം അഡ്വാൻസ് ആയിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ അഡ്വാൻസ് ആയിട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ അത് ഇനി വരാൻ പോകുന്ന വർഷത്തെ റിലേറ്റഡ് ആയതുകൊണ്ട് നിങ്ങൾ ആ ഇൻകം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്ന സമയത്ത് അത്രയും എമൗണ്ട് കുറച്ച് വേണം എഴുതാൻ. ഓക്കെ, ഫൈൻ. ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് ഓക്കെ, ഫൈൻ. ഇനി രണ്ടാമത്തത്, അഡ്വാൻസ് ആയിട്ട് കിട്ടിയ തുക നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? നിങ്ങൾക്ക് അർഹതപ്പെട്ട തുകയല്ല അല്ലേ, അത് അഡ്വാൻസ് ആയിട്ട് കിട്ടിയതാണ്, അടുത്ത വർഷത്തേതാണ്. അപ്പോൾ അർഹതപ്പെടാതെ എന്ത് കിട്ടിയാലും അഡ്വാൻസ് ആയിട്ട് എന്ത് ലഭിച്ചാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ലയബിലിറ്റിയാണ്. അത് ലയബിലിറ്റി സൈഡിൽ കാണിക്കുക. ഓക്കെ, സോ 2 അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഒന്ന്, ആ ഇൻകം ഏത് ഇൻകമാണോ അഡ്വാൻസ് ആയിട്ട് കിട്ടിയത് അതിൽ നിന്ന് കുറച്ച് കാണിക്കണം. പിന്നീട് അഡ്വാൻസ് ആയിട്ട് കിട്ടിയ തുക എന്ന് പറയുന്നത് നമുക്ക് എന്ത് അഡ്വാൻസ് ആയിട്ട് ലഭിച്ചാലും അത് ബാധ്യതയായി കണക്കാക്കുക. അത് ലയബിലിറ്റി സൈഡിൽ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്ന ഹെഡിൽ കാണിക്കും. ഓക്കെ, ഫൈൻ. അപ്പോൾ ഈ 2 എഫക്റ്റ് വരാനായിട്ട് നമ്മൾ എന്ത് ജേണൽ എൻട്രിയാണ് പാസ് ചെയ്യേണ്ടത്? നിങ്ങൾക്കറിയാം, ഇൻകം അത് കൂടുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്, അതിനെ കുറക്കാനായിട്ട് അല്ലേ, ഇൻകത്തിനെ കുറക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഇൻകത്തെ ഡെബിറ്റ് ചെയ്യണം. പിന്നീട് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത് ലയബിലിറ്റി ആണെന്ന് പറഞ്ഞു. ലയബിലിറ്റി റെക്കോർഡ് ചെയ്യാനായിട്ട് നമ്മളതിനെ ക്രെഡിറ്റും ചെയ്യുന്നു. സോ ജേണൽ എൻട്രി എന്താണ്? ഇൻകം അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഓക്കെ, അപ്പോൾ ഉദാഹരണമായിട്ട് റെൻ്റാണ് നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടിയത് എന്ന് കരുതാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ റെൻ്റ് റിസീവ്ഡിനെ ഡെബിറ്റ് ചെയ്യുന്നു, അതിനെ കുറക്കാനായിട്ട്. പിന്നീട് റെൻ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് അതിനെ ക്രെഡിറ്റും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അഡ്വാൻസ് ആയിട്ട് ലഭിച്ച ചെയ്യേണ്ട 2 കാര്യങ്ങൾ എന്താണ്? ഒന്ന്, എത്ര തുകയാണ് അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്, അത്രയും തുക ഇൻകത്തിൽ നിന്ന് കുറച്ച് കാണിക്കുക. പിന്നീട് അത് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലും കാണിക്കുക. ഓക്കെ, നമുക്കിനി അത്തരത്തിലുള്ളൊരു ചോദ്യം പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കാം. അവിടെ ഒരു ട്രയൽ ബാലൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി പരിചയപ്പെട്ട ഐറ്റംസ് മാത്രമേ ആ ട്രയൽ ബാലൻസിലുള്ളൂ. പിന്നീട് അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോകാം. അതിൽ ഭൂരിഭാഗം അഡ്ജസ്റ്റ്മെൻറ്റും നിങ്ങൾക്കറിയാം. അവസാനത്തെ 4ാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രം നോക്കുക. അതിൽ റെൻറ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് 300 കാണിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതിൽ റെൻറ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് 1500 രൂപ കാണിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, എന്നാൽ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് പറയുന്നു 300 രൂപ അഡ്വാൻസ് ആയിട്ട് കിട്ടിയതാണ് എന്ന് പറയുമ്പം ഈ 1500-ൽ 300 രൂപ അഡ്വാൻസ് ആണ്. ഇത് അടുത്ത വർഷത്തെയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ വർഷത്തെ എത്ര മാത്രമേ ഉള്ളൂ? ആ 300 കഴിച്ച് 1200 അല്ലേ. ഓക്കെ, അപ്പോൾ റെൻറ്റ് റിസീവ്ഡ് നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുമ്പോൾ ആ തുക കുറച്ചിട്ട് 300 കുറച്ച് ബാക്കി എമൗണ്ട് മാത്രമേ കാണിക്കാൻ പാടുള്ളൂ. ഓക്കെ, ഫൈൻ. അപ്പോൾ ആസ് യൂഷ്വൽ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിലെ ഓരോ ഐറ്റംസ് നമുക്ക് മാർക്ക് ചെയ്യാം. ആദ്യം സ്റ്റോക്ക്, പിന്നീട് പർച്ചേസസ്, പിന്നീട് പർച്ചേസസ് റിട്ടേൺസ്, പിന്നീട് വേജസ് ഉണ്ട്. ഓക്കെ, ഫൈൻ. വേജസുമായി ബന്ധപ്പെട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്യുന്നു. വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. ഓക്കെ, ഫൈൻ. പിന്നീട് സെയിൽസ്, ദെൻ സെയിൽസ് റിട്ടേൺസ് ഉണ്ട്. അതിനുശേഷം ക്ലോസിംഗ് സ്റ്റോക്കും നമ്മൾ മാർക്ക് ചെയ്തു അല്ലേ. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കുള്ള എക്സ്പെൻസുകൾ, ആദ്യം സാലറി 8000 രൂപ, അതുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. അപ്പോൾ 3000 ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട് എന്ന് കൂടി മനസ്സിലാക്കി. പിന്നീട്
കാരേജ് ഔട്ട്വേർഡാണ്, അതുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല. പിന്നീട് ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസ് പ്രീപെയ്ഡ് 400 കാണിക്കുന്നുണ്ട്. പിന്നീട് ജനറൽ എക്സ്പെൻസ് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല. പിന്നീട് റെൻ്റ് റിസീവ്ഡ് 1500, അഡ്ജസ്റ്റ്മെൻറ്റ് ഓൾറെഡി പരിചയപ്പെട്ടതാണ്. അഡ്വാൻസ് ആയിട്ട് കിട്ടിയ 300 ഉണ്ട്, അത് കുറച്ച് കാണിക്കണമെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കി. ഇനി എന്ത് ചെയ്യാം? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കാം അല്ലേ. ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് കാണിക്കുന്നു, പർച്ചേസസ് ലെസ് റിട്ടേൺസ്, ദെൻ വേജസ്, അതിനോടുകൂടി ഔട്ട്സ്റ്റാൻഡിംഗ് കൂടി ആഡ് ചെയ്യുന്നു. വേറെ ഡയറക്റ്റ് എക്സ്പെൻസുകളൊന്നുമില്ല. ക്രെഡിറ്റ് സൈഡ് സെയിൽസ് റിട്ടേൺസ് മൈനസ് ചെയ്യുന്നു. അതിനുശേഷം ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കുന്നു. ദെൻ ബാലൻസ് ചെയ്യുന്ന സമയത്ത് 39,500 രൂപ ഗ്രോസ് പ്രോഫിറ്റ് ആയിട്ട് ലഭിക്കുന്നു അല്ലേ. ഓക്കെ, ദെൻ ഗ്രോസ് പ്രോഫിറ്റ് താഴത്തേക്ക് ബ്രോ ഡൗൺ ചെയ്യുന്നു, 39,500 രൂപ. ദെൻ ഓരോ ഐറ്റംസ് കാണിക്കുന്നു. സാലറി ആദ്യം കാണിക്കുമ്പോൾ അതിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടെന്ന് പറയാം, അത് ആഡ് ചെയ്തിട്ട് ടോട്ടൽ 11,000 കാണിക്കുന്നു. പിന്നീട് കാരേജ് ഔട്ട്വേർഡാണ്, അഡ്ജസ്റ്റ്മെൻറ്റുകളില്ല. ഇൻഷുറൻസ് പ്രീപെയ്ഡ് ലെസ് ചെയ്യുന്നു. ജനറൽ എക്സ്പെൻസ് കാണിക്കുന്നു. അത്രയും എക്സ്പെൻസുകൾ മാത്രമേ ഉള്ളൂ അല്ലേ. ഓക്കെ, പിന്നീട് റെൻ്റ് റിസീവ്ഡ്, അതിൽ അഡ്വാൻസ് ആയിട്ട് കിട്ടിയതുണ്ട്. അഡ്വാൻസ് ആയിട്ട് കിട്ടിയ തുക നമ്മൾ കുറച്ചിട്ട് ബാക്കി 1200 രൂപ മാത്രം കാണിക്കുന്നു. എന്നിട്ട് ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 14,100 രൂപ നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് ലഭിക്കുന്നു. ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? ആ ട്രയൽ ബാലൻസിലേക്ക് പോവുകയാണ്, അസറ്റ്സും ലയബിലിറ്റീസും കണ്ടെത്താനായിട്ട്. ഇപ്പോൾ ഡെബിറ്റ് സൈഡിൽ നമ്മൾ നോക്കുന്നു, ബിൽഡിംഗ് ഉണ്ട്, അസറ്റാണ്. ഡെപ്റ്റേഴ്സ് ഉണ്ട്, അസറ്റാണ്. പിന്നീട് ഫർണിച്ചറും ക്യാഷ് ഇൻ ഹാൻഡും, 4 അസറ്റുകൾ ഇവിടെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചു അല്ലേ. പിന്നീട് അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോകുമ്പം അവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നീട് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസുകൾ, അത് അസറ്റല്ല, ലയബിലിറ്റി ആണെന്ന് അറിയാം. പ്രീപെയ്ഡ് ഇൻഷുറൻസ് അസറ്റാണ്, അപ്പോൾ അതുണ്ടെന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചു. പിന്നെ റെൻ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അതും അസറ്റല്ല, അക്രൂഡ് ഇൻകം മാത്രമാണ് അസറ്റ്. റെൻ്റ് റിസീവ്ഡ് എന്ന് പറയുമ്പോൾ ലയബിലിറ്റി ആണല്ലേ. ഓക്കെ, അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ ക്ലോസിംഗ് സ്റ്റോക്കും പ്രീപെയ്ഡ് ഇൻഷുറൻസും അസറ്റായിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നീട് ലയബിലിറ്റീസ് നോക്കുകയാണ്, അവിടെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്, ക്രെഡിറ്റേഴ്സ് ഉണ്ട് അല്ലേ. 2 ലയബിലിറ്റി ഉണ്ട്. അതുകൂടാതെ അഡ്ജസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് 2 ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസും ഒരു റെൻ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നിട്ട് നമുക്ക് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാം. ബാലൻസ് ഷീറ്റിൽ ആദ്യം കറൻറ്റ് അസറ്റ്സ് കാണിക്കുന്നു, ക്യാഷ് ഇൻ ഹാൻഡ്, ഡെപ്റ്റേഴ്സ്, ഇൻഷുറൻസ്, ക്ലോസിംഗ് സ്റ്റോക്ക് എന്നിവ കാണിച്ചതിന് ശേഷം പിന്നീട് നോൺ കറൻറ്റ് അസറ്റുകൾ, ബിൽഡിങ്, ഫർണിച്ചർ അല്ലേ. ഓക്കെ, പിന്നീട് കറൻറ്റ് ലയബിലിറ്റീസിലേക്ക് പോവുക. അവിടെ ക്രെഡിറ്റേഴ്സും ബാങ്ക് ഓവർ ഡ്രാഫ്റ്റും കൂടാതെ 2 ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസും പിന്നീട് ഒരു ഇൻകം റിസീവ്ഡ് അഡ്വാൻസും ഉണ്ട് അല്ലേ. അതെല്ലാം കാണിച്ച് കഴിഞ്ഞതിന് ശേഷം ക്യാപിറ്റൽ കാണിക്കുന്നു. ക്യാപിറ്റലിനോട് കൂടി നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നു. 1,14,100 ആയിട്ട് ക്യാപിറ്റൽ വർദ്ധിച്ചതായിട്ട് കാണാം. ഇനി 2 സൈഡും ടോട്ടൽ ചെയ്യുന്ന സമയത്ത് 1,46,400 രൂപ ടോട്ടൽ ലഭിക്കുന്നതായിട്ട് കാണാം. ഓക്കെ, സോ ഈ രൂപത്തിലാണ് അപ്പോൾ നിങ്ങൾ അക്രൂഡ് ഇൻകവും ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസും കൈകാര്യം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത് കിട്ടാൻ ബാക്കിയുള്ള ഇൻകമാണെന്നും, അതുപോലെ തന്നെ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത് മുൻകൂറായിട്ട് നമുക്ക് ലഭിച്ചതാണെന്നും മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. ഓക്കെ, നമുക്കിനി ഇന്നത്തെ അസൈൻമെൻറ്റിലേക്ക് പോവാം. അവിടെ ഒരു ട്രയൽ ബാലൻസ് തന്നിട്ടുള്ളത്, അവിടെ നിങ്ങൾ ഓൾറെഡി പരിചയപ്പെട്ട ഐറ്റംസ് മാത്രമേ ഉള്ളൂ. പിന്നീട് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി ഉണ്ട്, അക്രൂഡ് കമ്മീഷനുണ്ട്, പ്രീപെയ്ഡ് ഇൻഷുറൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അക്രൂഡ് കമ്മീഷനാണുള്ളത്, കിട്ടാൻ ബാക്കിയുള്ള കമ്മീഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. 1,500 ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, ഇനി 500 കൂടി കിട്ടാനുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെ അത് ട്രീറ്റ് ചെയ്യാം? അക്രൂഡാണ് അല്ലേ. അപ്പോൾ അക്രൂഡ് എന്ന് പറയുമ്പം ആ 1,500 കൂടി 500 കൂട്ടുകയും വേണം. പിന്നീട് ഈ 500 ബാലൻസ് ഷീറ്റ് എഴുതുന്ന സമയത്ത് അസറ്റ് സൈഡിൽ കറൻറ്റ് അസറ്റായിട്ട് കാണിക്കുകയും വേണം. കാരണം എന്താ? കിട്ടാനുള്ളതാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതിയിട്ട് നിങ്ങൾ നാളത്തെ ഡിസ്കഷൻ ക്ലാസ്സിന് മുമ്പായിട്ട് അയച്ചു തരിക. നാളത്തെ ഡിസ്കഷൻ ക്ലാസ് ആസ് യൂഷ്വൽ 9 മണിക്കായിരിക്കും. അതിനു മുമ്പായിട്ട് എല്ലാവരും ഈ ക്ലാസ് കണ്ട് ആൻസർ ചെയ്യാൻ ശ്രമിച്ച് അതിന് ഉത്തരം എഴുതി എനിക്ക് അയച്ചു തരിക. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ പേഴ്സണൽ കോളിലൂടെ ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, and it's time to say goodbye. Have a nice day. Thank you.